ഇടതുപക്ഷം എന്ന് പറയുന്നതിന് ദേശീയതയെ ഭയപ്പെടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ കുട്ടികളുടെ മനസ്സിൽ നിർമ്മലമായ ഹൃദയമുള്ള കുട്ടികളെ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു കലോത്സവത്തിൽ പോലും അവരുടെ ഈ ബാലിശമായിട്ടുള്ള നിലപാട്, അവരുടെ ഭയം, അതായത് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ, ആ താമരയുടെ പേര് പോലും ഒരു സ്റ്റേജിന് ഇടാൻ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM-ഉം ഇവിടുത്തെ സർക്കാരും മാറുകയാണ്. അപ്പൊ ഇവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാണ്. കൈകൊണ്ട് ഇനി ചോറുണ്ണാൻ കഴിയാത്ത സാഹചര്യമൊന്നും കേരളത്തിൽ ഇല്ലല്ലോ. കൈകൊണ്ട് അവർക്ക് ചോറുണ്ണാൻ കഴിയില്ല എന്നവർ പറയുന്നില്ലല്ലോ. അപ്പൊ താമരയെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ BJP അവർ ഭയപ്പെടുകയാണ്. ഇത് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്, ഒരു സംശയമില്ല. യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം, അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇവിടുത്തെ മന്ത്രിമാർ എന്തൊരു നാണംകെട്ട സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒരു സംസ്കാരമില്ലാത്ത നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. കാരണം BJP-യുടെ ചിഹ്നമാണ് താമര എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയെ 25 പുഷ്പങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ, അതായത് 25 സ്റ്റേജുകൾക്ക് 25 പുഷ്പങ്ങളുടെ പേര് തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ താമര വരുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു നിലപാടാണ്. കാരണം ദേശീയമായിട്ടുള്ള എല്ലാത്തിനെയും അവർ ഭയപ്പെടുന്നു, അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവര് തീവ്രവാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തരംതാണ സമീപനം നടത്തുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള വില ഇവർക്ക് കൊടുക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. കാര്യത്തിൽ ഇപ്പോഴത്തെ നിലപാട് തിരുത്തണമെന്ന് BJP ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങള് ശ്രദ്ധയിൽ ഈ കാര്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചു. അപ്പൊ അവര് വിവാദത്തെ ഭയക്കുന്നു, അല്ലെങ്കിൽ തീവ്രവാദികളെ ഭയക്കുന്നു. അതുകൊണ്ടാണ് താമര എന്ന ദേശീയ പുഷ്പത്തെ, ആ താമരയുടെ പേര് ഒരു സ്റ്റേജിൽ ഇടാൻ പോലും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് അത് തിരുത്തിയേ മതിയാകും. തിരുത്തിയില്ലെങ്കിൽ അവരെ കൊണ്ട് തിരുത്തിക്കാൻ ആവശ്യമുള്ള സമീപനം BJP സ്വീകരിക്കും.